ഒരു പ്രതിഭാശാലിയുടെ തിളക്കത്തോടെ രചനകൾ നടത്തുകയും ഒരു തലമുറയുടെ ചിന്തകളിൽ കനൽക്കട്ടകൾ കോരിയിടുകയും ചെയ്ത പ്രതിഭാധനായ എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. 2007 മറ്റാണ് ഞാൻ ശ്രീ എം മുകുന്ദനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ കരുതി വെച്ച വാചകമാണിത്. 10-17 വർഷം കഴിഞ്ഞിട്ടും ആ വാചകം മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിഭാശാലിയുടെ തിളക്കത്തോടെ എന്നുള്ള പ്രയോഗമൊക്കെ പിന്നീട് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട്. അപ്പോൾ അത്രമാത്രം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഇൻ്റർവ്യൂ ആണ് ശ്രീ എം മുകുന്ദനുമായിട്ട് നടത്തിയിട്ടുള്ളത്. കാരണം എം മുകുന്ദനുമായിട്ടുള്ള എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ വായനയുടെ തലത്തിൽ, അപ്പോൾ മുകുന്ദനോ കാക്കനാടനോ വിജയനോ ബഷീറോ സേതുവോ ആ ഒരു തലമുറയിൽപ്പെട്ട പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയോ ഒക്കെയുള്ള, അല്ലെങ്കിൽ സച്ചിദാനന്ദനോ ഒക്കെയുള്ള ആധുനികതയുടെ വക്താക്കളായിട്ടുള്ള കവികളും എഴുത്തുകാരും ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെയുള്ള ഒരു വലിയ എഴുത്തുകാരുണ്ട്. അതിന് പറയുള്ളവരും മുന്നേ ഉള്ളവരും ഒരുപാട് പിന്നീട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാർക്കിടയിൽ വളരെ നമ്മൾ ഇഷ്ടത്തോടെ വായിച്ച ഒരാളാണ് ശ്രീ മുകുന്ദൻ എന്ന് പറയുന്നത്, കാക്കനാടൻ കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകുന്ദൻ്റെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും തേടിപ്പിടിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിദ്വാരയിൽ മണികൾ മുഴങ്ങുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ ഡൽഹിയും, ആദിത്യനും രാധയും മറ്റു ചിലരും, തീർച്ചയായും മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും. അങ്ങനെ മുകുന്ദനുമായിട്ടുള്ള ആത്മബന്ധം 2000-ലാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ബഹ്റൻ കേരളീയ സമാജത്തിൽ കാണുന്നു. അന്ന് അവിടത്തുള്ള വളരെ ആത്മബന്ധത്തോടുകൂടി സംസാരിക്കുന്നു. അന്ന് മുകുന്ദനെ കണ്ടപ്പോൾ, മുകുന്ദൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000-ൽ കാണുമ്പോൾ അതിന് 20 വർഷം മുമ്പ് ശ്രീ എം മുകുന്ദൻ പറഞ്ഞൊരു കാര്യം, OB വിജയന്റെ മഹത്തായ പുസ്തകം ഖസാക്കിന്റെ ഇതിഹാസമല്ല, ഗുരുസാഗരമാണോ ധർമ്മപുരാണോ, ഇപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇതിൽ ഒന്നാണ്, ധർമ്മപുരാണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ എന്നോട് അവിടെ വെച്ച് ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ 20 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ യാദൃശ്ചികമായിട്ട് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. പിന്നീട് എം മുകുന്ദനുമായിട്ടുള്ള എൻ്റെ വളരെ സന്തോഷകരമായിട്ടുള്ള അനേക അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് SNCS വെച്ച് ഷാജി കാർത്തികേയൻ പ്രസിഡന്റും സെക്രട്ടറി എന്നോ രാജൻ പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അവർ രണ്ടുപേരും തലപ്പത്തുള്ള സമയത്ത് മുകുന്ദനെ അവിടെ കൊണ്ടുവന്ന സമയത്ത്, മുകുന്ദനെ അവരുടെ അതിഥിയായി എത്തിയ സമയത്ത് SNCS ഒരു ഇൻട്രാക്ഷൻ, ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിന് മോഡറേറ്റർ ഞാനായിരുന്നു. അപ്പോൾ മോഡറേറ്റർ ഞാനായിരുന്ന സമയത്ത് എന്നോ രാജനോട്, ആ സദസ്സിനോടും എം മുകുന്ദൻ പറഞ്ഞു, അടുത്ത കാലത്തൊന്നും ഇത്രയും അപ്ഡേറ്റ് ആയ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടില്ല എന്ന്. അത് എന്നോ രാജനും സാക്ഷിയാണ്, മറ്റു ചിലരൊക്കെ സാക്ഷിയാണ്. അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അവാർഡാണ്, ശരിക്കും ഒരു വലിയൊരു അവാർഡായിട്ട് ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ഇന്ന് എനിക്ക് അങ്ങനെ അത്രയും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വായിക്കുന്നുണ്ടോ എന്നുള്ളതായിട്ട് സംശയമുണ്ട്. പക്ഷെ അന്ന് നമ്മൾ മുകുന്ദനെ പോലൊരാളുടെ വായിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പുറത്തേക്ക് വന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുകുന്ദനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ആ ഇൻ്റർവ്യൂ എന്നെ സംബന്ധിച്ചോളം വളരെ മനസ്സിൽ തട്ടിയുള്ള ഇൻ്റർവ്യൂ ആണ്. ചിലപ്പോൾ എത്രത്തോളം ആളുകളിലേക്ക് ആ കൈരളി ഡെസേർട്ട് സ്കാൻ വഴി ആളുകൾ കണ്ടു എന്നതിനപ്പുറത്ത് എത്രത്തോളം മറ്റേ യൂട്യൂബിലൊക്കെ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. അതിലൊരു പ്രസക്തമായൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിൽ നിന്നുള്ള, അതായത് കമൽറാം സജീവ് മാതൃഭൂമിയിലും മാധ്യമത്തിലൊക്കെ എഡിറ്ററായിരിക്കുന്ന ഒരു സമയം, അതിൻ്റെ ഭാഗമായിട്ട് ഓണപ്പതിപ്പുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഓണപ്പതിപ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അനേകം കഥകളൊക്കെ ഉണ്ടാവുന്ന ഒരു കഥകളുടെ വസന്തം, കഥകളുടെ വിരുന്നൊക്കെയാണ് ഓണപ്പതിപ്പുകൾ. മാതൃഭൂമിയുടെയും മറ്റ് ഭാഷാഭൂഷണയുടെയും മറ്റ് സാഹിത്യത്തിൻ്റെ ഒക്കെ അതൊക്കെ തേടിപ്പിടിച്ച് വായിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഇല്ലെങ്കിലും ആർത്തിയില്ലെങ്കിലും ഓണപ്പതിപ്പുകളും വാർഷിക പതിപ്പുകളും ഒക്കെ നമ്മൾ തേടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വർഷം
കഥകളില്ലാത്ത ഓണപ്പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കമൽറാം സജീവിനോട് ഞാനിത് വന്നപ്പോൾ ചോദിച്ചപ്പോൾ കമൽറാം സജീവ് പിന്നീട് വേറൊരു പ്രാവശ്യം വന്നപ്പോൾ ഞാനിത് ഓർത്ത് പറഞ്ഞപ്പോൾ നിങ്ങളത് ഓർക്കുന്നു അല്ലേ എന്ന് എന്നോട് കമൽറാം സജീവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാരണം കഥകൾ വേണ്ട എന്നുള്ളൊരു സർവേയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് കഥകളില്ലാത്തൊരു ഓണപ്പതിപ്പ് ഇറങ്ങിയത്. പിന്നെ ഇപ്പോഴൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ പാട്ടുകളില്ലാത്ത മലയാള സിനിമ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു അത്, ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ അതുപോലെ ആ ഇൻ്റർവ്യൂവിൽ പിന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. സമ്പൽ സമൃദ്ധമായ കമ്പോളം എന്നുള്ള ലോകബാങ്കിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഭയപ്പെടുത്തുന്ന ഒരു മുദ്രാവാക്യമാണത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഓർമ്മകളും അങ്ങനെയൊക്കെ സൂക്ഷിക്കാനും ഒരുപാട് ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് വായിക്കാനും ഒരുപാട് ക്രിട്ടിക്കായിട്ട് മൂന്നനെ കുറിച്ച് ഒരുപാട് ചിന്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ എഴുത്തുകാരുടെ ചില കാര്യങ്ങൾ, അപ്പോൾ അദ്ദേഹം വളരെ സജീവമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പണ്ട് ശശി തരൂർ എന്ന എഴുത്തുകാരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഓർമ്മകൾ. പിന്നെ ശശി തരൂർ പൊളിറ്റീഷ്യനൊക്കെ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ എഴുത്തുകാർ കാറിൽ യാത്ര ചെയ്യണം, വിമാനത്തിൽ യാത്ര ചെയ്യണം, അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എഴുതേണ്ടതെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻട്രാക്ഷൻസ്, വിമർശനവും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും പാരമ്പര്യ നിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല കോൺഫ്ലിക്റ്റുകളും അതിൽ ഒക്കെ ആയി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ മുകുന്ദനുമായിട്ടുള്ള ഒരു എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു പറഞ്ഞാൽ തീരാത്ത അത്ര കാര്യമാണ് അദ്ദേഹത്തുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ഓർക്കാനാണ് ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രതിഭാശാലിയുടെ തിളക്കത്തോടെ രചനകൾ നടത്തുകയും ഒരു തലമുറയുടെ ചിന്തകളിൽ കനൽക്കട്ടകൾ കോരിയിടുകയും ചെയ്ത പ്രതിഭാധനായ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റുമായ ശ്രീ എം മുകുന്ദനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. 20 വർഷം മുമ്പുള്ള ശ്രീ മുകുന്ദൻ ഇത്തരത്തിലൊരു ചടങ്ങിന്, അതായത് വിദ്യാരംഭം എന്നൊരു ചടങ്ങിന് ബഹറിൽ വരികയും കുട്ടികൾക്ക് ഭാഷ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമായിരുന്നു. 20 കൊല്ലം മുമ്പ് ഞാൻ ഒരു നിഷേധിയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. നിഷേധി എന്ന നിലയിലാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യം. പിന്നെ പാരമ്പര്യങ്ങളെ നിഷേധിക്കുക, നമ്മുടെ സ്വന്തം പൈതൃകങ്ങളെ നിഷേധിക്കുക, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഒരുപക്ഷെ ആ കാലത്ത് ആരെങ്കിലും വിദ്യാരംഭത്തിന് ക്ഷണിക്കാൻ ഞാൻ പോകില്ലായിരുന്നു. അതിനുള്ള 2 കാരണമാണ്. ഒന്ന്, പാരമ്പര്യ നിഷേധിയായതുകൊണ്ട്. രണ്ടാമത് വളരെ വ്യക്തിപരമാണ്. കാരണം എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാനൊരു കുഞ്ഞിനെ വിദ്യ പകർന്നു കൊടുത്താൽ, അക്ഷരങ്ങൾ പകർന്നു കൊടുത്താൽ ആ കുഞ്ഞ് നന്നാകുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞ് എന്നെപ്പോലെ വഴിതെറ്റി പോകുമെന്നുള്ളൊരു പിന്നെ ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന് വ്യക്തിപരവും, മറ്റേത് എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട്. ഭാഷയിൽ നിന്ന് തലമുറയോ അല്ലെങ്കിൽ കുട്ടികളോ അകന്നു പോകുമ്പോൾ അവരുടെ ഭൂതകാലത്തു നിന്നാണ് അവർ അകന്നു പോകുന്നതെന്ന് പറയാം. ആ അർത്ഥത്തിൽ നമ്മുടെ ഭൂതകാലം നഷ്ടപ്പെട്ട ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭാഷയും നമ്മുടെ തലമുറകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അല്ല, ഭാഷ 2 പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒന്ന്, ഭാഷയിൽ ഒരുപാട് കാലുഷ്യങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ ഭാഷയ്ക്ക് അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുന്നുള്ളതാണ്. രണ്ടാമത്തേത് അതിൽ കൂടുതൽ പിന്നെ നമ്മൾ ഭയപ്പെടുത്തുന്നതാണ്. അത് ഭാഷ ഇല്ലാതായി പോകുമെന്നുള്ളൊരു ഭയം. നമ്മുടെ ഭാഷ, മലയാളം ഭാഷ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ, ഭാഷക്ക് മാറ്റങ്ങൾ വേണം. ഒരുപാട് ഭാഷയിൽ ചലനങ്ങൾ ഉണ്ടാകണം. പിന്നെ പുതിയ പദങ്ങൾ, പ്രയോഗങ്ങൾ കടന്നു വരണം. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ അങ്ങനെയാണല്ലോ. ഇംഗ്ലീഷ് ഭാഷ എത്രമാത്രം മാറിപ്പോയി. ഒരു 50 വർഷം മുമ്പൊക്കെയുള്ള ഇംഗ്ലീഷ് ഭാഷ നോക്കൂ. അന്ന് നമ്മളിപ്പം മുൽക്ക് രാജ് ആനന്ദോ അല്ലെങ്കിൽ R.K. നാരായണനൊക്കെ നോവൽ എഴുതിയ ആ ഇംഗ്ലീഷിലായിരുന്നു അരുന്ധതി റോയ് എഴുതുന്നത്. പക്ഷെ അതുപോലൊരു മാറ്റം, ആരോഗ്യകരമായൊരു മാറ്റം മലയാള ഭാഷയിൽ ഉണ്ടാകണം. പിന്നെ ചെറുപ്പക്കാർക്ക് സംസാരിക്കാവുന്ന ഒരു ഭാഷ മലയാളം ഇല്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ടീനേജേഴ്സ് സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയുണ്ട് കേട്ടോ. പിന്നെ സാഹിത്യത്തിൽ കാണുന്നോ അല്ലെങ്കിൽ സാറിന് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന വേറെ ഒരു ഭാഷയുണ്ട്. പക്ഷേ ടീനേജേഴ്സിന് അവരുടെ ഒരു ഭാഷയുണ്ട്. കാരണം അവർക്ക് നമ്മുടെ പിന്നെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഭാഷ ടീനേജേഴ്സിന് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ദൃശ്യമാധ്യമങ്ങൾ വിജയിക്കുന്നത്. നമ്മൾ ദൃശ്യമാധ്യമങ്ങളെ കുറ്റപ്പെടുത്തും. പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ ഈ ടീനേജേഴ്സിന് ഒരു ഭാഷ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അടിപൊളി
അടിപൊളി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അടിപൊളി എന്നുള്ള പ്രയോഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ദൃശ്യമാധ്യമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ അടിപൊളി എന്നുള്ളത് പിന്നെ ടീനേജേഴ്സിന് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഈ പ്രയോഗം ഒരു ചർച്ച പോലും ഉണ്ടായിട്ടുണ്ട്, ഒരു മാസിക നടത്തിയ ഒരു ചർച്ച പോലും. അപ്പം അതുപോലെ ഇവർക്ക് ചെറുപ്പക്കാർക്ക് ടീനേജേഴ്സിന് ഒരു ഭാഷ നമ്മൾ കൊടുക്കണം. രണ്ടാമത് ഭാഷയുടെ ഇല്ലാതായി പോകുന്നുള്ള ഭയം അവിടെ, അതിൻ്റെ കാരണം ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി. അപ്പം അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ ബഹ്റൈനിൽ പറഞ്ഞുള്ളത് നമ്മുടെ മുഖാമുഖത്തിൽ അത് ഇവിടുത്തെ കുട്ടികൾ പിന്നെ മലയാളം പറയുന്നതാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഒരുപാട് കുട്ടികളെയും പിന്നെ അവരുടെ അച്ഛനമ്മമാരെയും കണ്ടു. അവർ കുട്ടികൾ തമ്മിലും അല്ലെങ്കിൽ കുട്ടികൾ അച്ഛനമ്മമാരോടും പറയുന്നത് മുഴുവൻ മലയാളത്തിലാണ്. പക്ഷെ ഇതുപോലൊരു കാഴ്ച നമ്മൾ എറണാകുളത്ത് പോയാൽ ചിലപ്പോൾ കാണില്ല കേട്ടോ. അവിടെ അച്ഛനമ്മയും മക്കളോട് ഇംഗ്ലീഷിലാണ് പറയുക. മക്കൾ മലയാളം പറഞ്ഞാൽ തന്നെ അവർ ശിക്ഷിക്കും. അപ്പോൾ അതിൽ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷയെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്നുള്ള പഴയ അധിനിവേശത്തിൻ്റെ ഭാഷയാണ്. അന്ന് നമുക്ക് ഇംഗ്ലീഷ് പറയാന്നുള്ളത് ഒരു വലിയൊരു മാന്യതയായിട്ട് ആളുകൾ കണ്ടിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാന്യത ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ആവശ്യമാണ്. ഇംഗ്ലീഷ് ഭാഷ ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം വികസിച്ചത്. അതുകൊണ്ടാണ് IT പ്രൊഫഷണൽസിന് അമേരിക്കയിൽ ജോലി കിട്ടുന്നതൊക്കെ അതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് പഠിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഇംഗ്ലീഷ് ഭാഷ നാം അറിയാതെ നമ്മുടെ മാതൃഭാഷയാകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ തടയേണ്ടതുണ്ട്. മുകുന്ദൻ്റെയും വിജയൻ്റെയും ടി പത്മനാഭൻ്റെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയും അത്തരത്തിൽ സേതുവിൻ്റെയൊക്കെ കഥകൾ വാർഷിക പതിപ്പിലും ഓണപ്പതിപ്പിലും വരുമ്പോൾ എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിച്ച ഞാനടക്കമുള്ള ഒരു തലമുറയുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ വർഷത്തെ വാർഷിക പതിപ്പിൽ ഒരു കഥകൾ പോലും ഇല്ലാത്ത വാർഷിക പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ദുരവസ്ഥയിലേക്ക് എന്താണ് മലയാള സാഹിത്യം എത്തപ്പെട്ടത്? വാർഷിക പതിപ്പിന് പിന്നെ 2 വശങ്ങളുണ്ട്. ഒന്ന് അതൊരു സാഹിത്യ ശരിക്കും ഒരു വിരുന്നാണ്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് കഥകൾ, ഒരുപാട് കവിതകൾ, ഒരു വർഷത്തെ ഏറ്റവും നല്ല സൃഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതൊന്നുണ്ട്. മറ്റൊന്ന് വാർഷിക പതിപ്പ് ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് കൂടിയാണ്. ഇപ്പം വായനക്കാർക്ക് എന്ത് വേണം അത് കൊടുത്താലാണ് വിൽക്കപ്പെടുകയുള്ളൂ വാർഷിക പതിപ്പ്. അതുകൊണ്ട് പലരും നമ്മുടെ നാട്ടിലെ പല വാർഷിക പതിപ്പുകളും ചില സർവേ നടത്താറുണ്ട് പിന്നെ വായനക്കാരുടെ ഇടയിൽ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അപ്പം ഞാൻ അറിഞ്ഞത് ഇപ്പം അടുത്ത കാലത്ത് നടത്തിയ സർവേയിൽ വായനക്കാർ പിന്നെ കഥകൾ വേണ്ട എന്ന് പറഞ്ഞുള്ളതാണ്. അതായത് കഥകൾ ഇത്രയധികം വേണ്ട, അവർക്ക് വേണ്ടത് പിന്നെ മറ്റു കാര്യങ്ങളാണ്. അതായത് ഇപ്പം പിന്നെ എഴുത്തുകാരൻ്റെ ആത്മകഥ അംശങ്ങൾ നിറഞ്ഞ ലേഖനങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ, ഇതൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് കഥ വേണ്ടെന്ന് പറഞ്ഞുള്ളതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ എഴുത്തുകാരെ തന്നെയാണ്. സമ്പൽ സമൃദ്ധമായ കമ്പോളം ലോകബാങ്കിൻ്റെ ഒരു കൊട്ടേഷനാണത്. ആഗോളവൽക്കരണ കാലത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യവും അത് തന്നെയാണ്. ഈ അവസ്ഥയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിനെ ഏത് തരത്തിൽ മറികടക്കാൻ പറ്റുമെന്നാണ് ശ്രീ മുകുന്ദൻ നോക്കിക്കാണുന്നത്? ഇവിടെ പിന്നെ ആദ്യം തന്നെ എനിക്കൊരു ഷോക്ക് നൽകുന്നത്, ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് സമ്പൽ സമൃദ്ധമായ ഒരു ലോകം എന്നുള്ളത്. അത് ഞാൻ ആദ്യമായി കേട്ടിട്ടുള്ളത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്തു നിന്നാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും അല്ലെങ്കിൽ ചെറിയ വായനശാലകളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുമ്പോഴും പിന്നെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒന്നാണ് സമ്പൽ സമൃദ്ധമായ ഒരു ലോകം. അതേ ഭാഷയാണ് ഇന്ന് ആഗോളവൽക്കരണം ഉപയോഗിക്കുന്നത്. അപ്പം കാലം മാറുന്നതിൻ്റെ ഒരു വലിയൊരു സൂചനയാണ്. അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് മാനവികതയും പിന്നെ സാമൂഹിക നീതിയും ഒക്കെ നിലനിർത്തുന്ന അതിനുവേണ്ടി ശബ്ദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച് അതേ പ്രയോഗം മറ്റവർ ഇന്ന് വേറൊരു വ്യത്യസ്തമായ പരിസരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കലഹിക്കുന്ന ഒരു വിഷയമാണത്. കാരണം ആഗോളവൽക്കരണത്തെ നമ്മൾ നേടുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. കാരണം ആഗോളവൽക്കരണം ഒരു പ്രത്യയശാസ്ത്രമല്ല, അത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒന്നാണത്. ഒരു പിന്നെ മാറുന്ന കാലത്തിൻ്റെ പിന്നെ അതിനൊരു പദ്ധതിയാണ്. അതും സാമ്പത്തികം മാത്രമല്ല, അതിൽ പിന്നെ സമ്പദ് വ്യവസ്ഥയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് സംസ്കാരത്തെയും ഭാഷയെ പോലും ബാധിക്കുന്ന ഒന്നാണത്. അപ്പോൾ അതേസമയത്ത് തന്നെ നമ്മൾ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി നമ്മൾ ആഗ്രഹിച്ചാൽ ഇല്ലെങ്കിൽ ആഗോളവൽക്കരണം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വന്നു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ തന്നെ നേരിടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആഗോളവൽക്കരണത്തെ നേരിടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് 50, 60, 70 വർഷം മുമ്പുള്ള ഇടതുപക്ഷമാണ്.
അതായത് പിന്നെ നമ്മൾ എങ്ങനെ ഫ്യൂഡലിസത്തെയും പിന്നെ ഈ മുതലാളിത്തത്തെ നേരിട്ടു, ആ ഇടതുപക്ഷമാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ലോകം വളരെയധികം മാറിയിരിക്കുകയാണ്, കാലം മാറിയിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജികളുണ്ടായി, മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ ആ പഴയ ഇടതുപക്ഷം കൊണ്ട് ഈ പുതിയ ശത്രുവിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല.